കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി കക്കയിലോട്ട് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാൻ വെക്കാമേ. അപ്പോൾ ഞാൻ കക്ക ഇപ്പോൾ അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. കക്ക വറ്റി വരുമ്പോഴേക്കും നമുക്കിതെല്ലാം അരിഞ്ഞു വെക്കാമേ. ഇത് നമുക്ക് അരിഞ്ഞു വെക്കാം. ഇതിന് ഈ കുറച്ചുള്ള വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും 2 ഏലക്കായും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാമേ. നമ്മുടെ ഉലർത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ കൂട്ടം വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ട് വരാവേ. ചതയ്ക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പെരിഞ്ചീരകവും ചെറിയൊരു കഷ്ണം പട്ടയും 2 ഏലക്കായും കുറച്ച് കുരുമുളകും നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം. നമ്മുടെ കക്കയുടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കക്ക വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാവേ. തേങ്ങാക്കൊട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി ചേർക്കാവേ. ഉള്ളി വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകവും ഏലക്ക, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാവേ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ കൂട്ടിലോട്ടിട്ട് വാട്ടിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിയട്ടെ. എൻ്റെ കക്ക വറ്റിച്ചപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയത് കൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ആയിട്ടൊന്ന് കക്കയൊന്ന് പിടിച്ച് വരട്ടെ. ഈ സമയം നമുക്ക് ഉപ്പ് കറക്റ്റാണെന്നും എരി പാകമാണെന്നും നോക്കണം. എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടാൽ മതിയാവും. ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒന്നുകൂടെ ആവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മുടെ കക്കയിറച്ചി നന്നായിട്ട് വഴണ്ട് ഉണർച്ച പോലെ ആയിട്ടുണ്ട്. അങ്ങനെ എരി ഉപ്പുമൊക്കെ കറക്റ്റാണോ നോക്കിയാണ് എല്ലാം പാകമായിട്ടുണ്ട്. നമ്മൾ ഇറക്കാൻ നേരത്ത് ഇച്ചിരി പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മുടെ കക്ക ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പിലെല്ലാം ഇറക്കി വെക്കാം. നമ്മുടെ കക്ക ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഉണ്ടാക്കി നോക്കണേ.